السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ മഹാസംഗമത്തിൻ്റെ ഇനാഗുറേറ്റർ പ്രിയങ്കരനായ MPM റഷീദ് സാഹിബ്, ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ് നിർവഹിച്ച ബീരാൻകുട്ടി സാഹിബ്, അതേപോലെ തന്നെ ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ ഉസ്മാൻ കരപ്പത്ത്, പ്രാർത്ഥന നിർവഹിച്ച അബ്ദുള്ള ഫൈസി വെള്ളില, ഖുർആൻ പാരായണം നിർവഹിച്ച പ്രിയ സുഹൃത്ത് റിസമുദ്ദീൻ, ഇവിടെ ഫെസിലിറ്റേഷൻ നടത്തിയ അബീർ ഗ്രൂപ്പ് ഡോക്ടർ മുഹമ്മദ് കാസിം, അതേപോലെ തന്നെ ഇവിടെ ആദരം ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റു സഹോദരന്മാർ, പ്രസീഡിയം നിർവഹിച്ച ഉസ്മാൻ ഹാജി, അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞി, മൊയ്തു എടയൂർ സാഹിബ്, ഷാഫി VK, എല്ലാറ്റിലുമുപരി സദസ്സിലിരിക്കുന്ന വളരെ പരിചിതമായ കുറേ മുഖങ്ങൾ. ഇതിൽ ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന യുവാക്കളുണ്ട്, പിന്നെ KMCCയുടെ അതേപോലെ തന്നെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതൃത്വങ്ങളുണ്ട്, മുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, വിദ്യാർത്ഥികൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ് സമയം വൈകിയിട്ടാണ് പോകുന്നത് എന്ന്. ബട്ട് ഇറ്റ് ഈസ് എ ഫാക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ പ്രചരണ പ്രവർത്തനത്തോടുകൂടി ഇവിടെ അബീർ ഗ്രൂപ്പിൻ്റെ പിൻബലത്തോടെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് അതിമനോഹരമായൊരു പരിപാടിക്ക് അതിൻ്റെ ടോപ്പിക് കൊടുത്ത സമയത്ത് ഒരു പക്ഷേ ടോപ്പിക് അവർ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് എന്നോട് സംസാരിക്കുന്നത് തന്നെ. അതിൻ്റെ ടോപ്പിക്കിലൊരു തിരുത്തൽ ഞാൻ നടത്തിയിട്ടില്ല. സ്വയം തിരഞ്ഞെടുത്ത ജീവിതം എന്നതാണ്. ഒരു പക്ഷേ ആദ്യം അത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ആര് തിരഞ്ഞെടുത്ത ജീവിതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്? Excuse me, Dr. Saab. Excuse me, Dr. Saab. Dr. Saab. Dr. Muhammad Qasim. Sorry for the interaction with Malayalam because they are Malayalis, that's why, right? Just I converted our language to our language, mother tongue. Sorry for extremely, right? ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് ഇവിടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമെങ്കിലും, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്ത് സബ്ജക്റ്റാണ് എന്ന് തോന്നുമെങ്കിലും ഇതൊരു വിശാലമായ സബ്ജക്റ്റാണ്. അതിൻ്റെ ടൈറ്റിൽ വളരെ ഇഷ്ടപ്പെട്ടു, സ്വയം തിരഞ്ഞെടുത്ത ജീവിതം. ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മുൻകാല ഗുരുനാഥൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട സമദാനി സാഹിബിൻ്റെ ബ്രദർ അനുജൻ
എം റഷീദ് സാഹിബ് വളരെ സംക്ഷിപ്തമായിട്ടുള്ള വാക്കുകളിൽ ഇവിടെ അത് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ഉദ്ദേശ്യം, അതിൻ്റെ കാരണം എന്താണ്? രണ്ടാമതായി, ഇവിടെ എല്ലാ ആളുകളും അതിൻ്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ബൃഹത്തായൊരു പരിപാടി. 1-2 കാര്യങ്ങൾ ആമുഖമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നേരെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഇവിടെ ഡോക്ടർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ അബീർ ഗ്രൂപ്പ് വലിയ തോതിലുള്ള സപ്പോർട്ട് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിന് ഇനിയും നൽകും എന്ന് അവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ഈ ഒരു പരിപാടിക്ക് മാത്രമല്ല, ഇനിയും നിങ്ങൾ സമീപിച്ചാൽ അവരുടെ ഗ്രൂപ്പ് അതിന് തയ്യാറാണ് എന്ന പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ ആളുകളും വളരെ സംക്ഷിപ്തമായി വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇതെല്ലാം ഒതുക്കിക്കൊണ്ടാണ് നമ്മളോട് സംവദിച്ചത്. ഇനി നമുക്ക് ഇവിടെ വിഷയസംബന്ധിയായ കാര്യമാണ് സംസാരിക്കാനുള്ളത്. ഈ വിഷയം എന്താണ്? സ്വയം തിരഞ്ഞെടുത്ത ജീവിതം. എല്ലാ ജീവിതവും നമ്മൾ സ്വയം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രശസ്തമായൊരു കൃതിയുണ്ട്, 3 എണ്ണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫുതുഹുൽ ഗൈബ്, രണ്ടാമത്തത് ഫത്ഹുർ റബ്ബാനി, പിന്നൊന്ന് ഉന്നത്തു താലിബീൻ. മനുഷ്യ ജീവിതങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന അതിമഹത്തായ 3 കൃതികളാണ്, ഖുർആനും ഹദീസും വെച്ചുകൊണ്ട്. അതിൻ്റെ പല ഭാഗങ്ങളിലായി ഒരു മനുഷ്യന് വേണമെങ്കിൽ 5 ജീവിതത്തെ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നുണ്ട്. ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് തന്നെ ബൃഹത്തായ രീതിയിൽ. പല ആളുകളും ആ കിതാബുകൾ അങ്ങനെ ഓതാറില്ല, കാരണം അത് നല്ല ഗുരുനാഥന്മാരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഓതേണ്ടതാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന കിതാബുകളാണ്. ഏതായിരുന്നാലും ശരി, അതിൽ 5 ജീവിതത്തെ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം ഇഹ്സാനി ജിന്ദഗിയാണ്. ഒരു മനുഷ്യന് ഇഹ്സാൻ്റെ ലോകത്തിൽ ജീവിക്കാം. ഏറ്റവും നന്മ നിറഞ്ഞ ജീവിതം, അതും നമ്മൾ സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ്. ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് അതാണ്. സ്വയം മാറാൻ തീരുമാനിക്കാത്ത ഒരു ജനതയെയും അള്ളാഹു മാറ്റുകയില്ല. ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ, ഒരു സമൂഹത്തെയും ഞാൻ മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരവരുടെ സ്വയം ജീവിതത്തെ തിരുത്തിയാലല്ലാതെ. ഇത് അല്ലാഹുവിൻ്റെ ആപ്തവാക്യമാണ്, വിശുദ്ധ ഖുർആൻ്റെ സൂക്തമാണ്. നമ്മൾ സ്വയം വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അള്ളാഹു ചില തിരുത്തലുകൾ തരുന്നത്. നമ്മൾ സ്വയം വിചാരിക്കാത്തിടത്തോളം കാലം അള്ളാഹു നമ്മളെ മാറ്റുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഹ്സാനി ജിന്ദഗി തിരഞ്ഞെടുക്കാം. ഞാൻ ആമുഖം പറയുകയാണ്, അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട്, പലർക്കും ആ വിഷയം അറിയുന്നത് കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. നമ്മളെല്ലാവരും പഠിച്ചതാണ്. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ? അവിടെ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, 5 കാര്യങ്ങൾ. ഈമാൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, 6 കാര്യങ്ങൾ. ഇഹ്സാൻ എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, പ്രത്യേകമായൊരു ജീവിത രീതിയാണ്. എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിനെയും ഈമാനെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പാരമ്യതയിലേക്ക് കയറലാണ് സത്യത്തിൽ ഇഹ്സാൻ. ഇസ്ലാമിനെയും ഈമാനെയും ഒഴിവാക്കിക്കൊണ്ട് അതിലേക്ക് കയറലല്ല, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇഹ്സാനിലേക്ക് കയറലാണ്. ആ ഒരു ലോകം വളരെ ശക്തമാണ്, ആർക്കും തർക്കിതമല്ലാത്ത, ആർക്കും തർക്കിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇഹ്സാൻ. കാരണം ഇത് വന്നിട്ടുള്ളത് സഹീഹായ ഹദീസിലാണ്, സഹീഹ് ബുഖാരിയിലാണ്. അതുകൊണ്ട് ഇഹ്സാനി ജിന്ദഗി നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഏറ്റവും നന്മ നിറഞ്ഞ ജീവിതം. ആ നന്മ നിറഞ്ഞ ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പേഴ്സണൽ ലൈഫ് എന്നത് മാത്രം ഉണ്ടായാൽ നമുക്കതിലേക്ക് എത്താൻ കഴിയില്ല. വ്യക്തിപരമായ ജീവിതം കൊണ്ട് നമുക്കൊരിക്കലും ഇഹ്സാനിലേക്ക് കയറാൻ കഴിയില്ല. രണ്ടാമത്തത് ഈമാനി ജിന്ദഗിയാണ്. ഈമാനി ജിന്ദഗി എന്നതുകൊണ്ട് ഹയാത്തുൽ ഈമാൻ എന്ന് അറബിയിൽ പറയുന്ന
ഈമാനി ജിന്ദഗി അതെന്താണ്? ഈമാനികമായി നമുക്ക് ജീവിക്കാം. അത് രണ്ടാമത്തെ പടിയാണ്. മീൻസ് താഴോട്ട് ഏറ്റവും ടോപ്പ് ഇഹ്സാനാണ്. അതിന് ഇഹ്സാൻ ഇർഷാദി ജിന്ദഗി എന്ന് പറയാറുണ്ട്, ഇർഫാനി ജിന്ദഗി എന്ന് പറയാറുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിക് സെൻറ്ററിൽ നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ സെൻറ്റർ ആയതുകൊണ്ടും ഇത് സംഘടിപ്പിച്ചത് നമ്മളായതുകൊണ്ടും അതിനെക്കുറിച്ച് പറയാതെ വയ്യ. ഇഹ്സാൻ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ മനുഷ്യരെല്ലാവരും ഒന്നാണ്. മനുഷ്യരെ രണ്ടായി കാണാൻ നമുക്ക് കഴിയില്ല. മനുഷ്യർക്കിടയിൽ ഭിത്തികൾ കെട്ടുന്നവർക്ക് ഇഹ്സാൻ്റെ ലോകത്തിലേക്ക് കയറാനും കഴിയില്ല. മാനവരാശിക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾ കെട്ടുന്നവർക്ക് ഒരിക്കലും ഇഹ്സാൻ്റെ ജിന്ദഗി കഴിയില്ല എന്ന് അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് ജീവിതത്തിൻ്റെ പൈതൃകമായി പാരമ്പര്യമായി കാത്തുസൂക്ഷിക്കേണ്ടത്. അവിടെ തൻ്റെ ജീവിതത്തിൽ നിന്നും മറ്റു പലരുടെയും ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ അതിൽ സൗമ്യമായി നമ്മൾ പ്രവേശിക്കുന്ന ഒരു ജീവിതം കൂടി നമ്മൾ തിരഞ്ഞെടുത്താലേ ഇഹ്സാനി ജിന്ദഗിയിലേക്ക് കടക്കാൻ പറ്റൂ. അതിൻ്റെ സൈക്കോളജിക്കൽ വശത്തിലേക്ക് വരാം. ആദ്യം ദീനിയായ അതിൻ്റെ ഭാഗങ്ങൾ പറയൽ അനിവാര്യമാണ്. അപ്പോൾ ഈ ഈമാനി ജിന്ദഗിക്ക് താഴെയാണ് ഇസ്ലാമി ജിന്ദഗി. കേവല മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കൽ അവിടെയാണ്. നമ്മളിതിവിടെ എവിടെ നിൽക്കുന്നു എന്ന് നോക്കൽ നിർബന്ധമാണ്. ഒരു മുസ്ലിം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നതും, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുസ്ലിമീങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധമായ തഫ്സീറുകളിൽ നമുക്ക് കാണാം മുഅ്മിനീങ്ങളാണ് സ്വർഗത്തിൽ പോവുക. ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ. എന്ന് വെച്ചാൽ അറാബി വംശം വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അറാബികൾ വന്ന് പറയുന്നു, അഥവാ ദൂരപ്രദേശത്തുകാരായ ആളുകൾ വന്നിട്ട് പറയുന്നു, ഖാലത്തിൽ അറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. ഖാലത്തിൽ അറാബു ആമന്ന, അറാബികൾ വന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന്. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നു. ഖുൽ, നബിയെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വിശ്വാസികളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, പണ്ഡിതന്മാരുണ്ട്, അവരുടെ അർത്ഥം ചോദിക്കാം നിങ്ങൾക്ക്. പറയുന്ന വാക്ക് വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, മുഅ്മിനീങ്ങളാണെന്ന് അവർ പറയണ്ട എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ കുറച്ചും കൂടി പടി കയറിയേ പറ്റൂ. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കണം. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഒരുപാട് പദ്ധതികൾ അതിനുവേണ്ടി നടപ്പിലാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. ഞാൻ പറയുന്നത്, അഥവാ ഈമാൻ എന്ന് പറയുന്നത് വേറെയാണ്, കേവല ഇസ്ലാം, ഇസ്ലാമിൽ പെട്ടതാണ് ഇതെല്ലാം. ഇത് മൂന്നൊന്നുമല്ല, ഇതിൽ പെട്ടതാണെല്ലാം. പക്ഷെ കേവല മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുക എന്നത് വേറെയാണ്, അവന് ഈമാൻ ഉണ്ടാവുക എന്നത് വേറെയാണ്, അവന് ഇഹ്സാൻ ഉണ്ടാവുക എന്നത് മറ്റൊരു കാര്യമാണ്. ഇനി അതിന് താഴെ സത്യത്തിലൊരു വിഷയം കിടക്കുന്നത്, അത് ഹയവാനി ജിന്ദഗി, മൃഗങ്ങളെപ്പോലെ ജീവിക്കുക എന്നതാണ്. അത് ഇസ്ലാമിന് താഴെയാണ്, മൃഗങ്ങളെപ്പോലെ ജീവിക്കുക. ഇനി അതിനും താഴെ ഒന്നുണ്ട്, ശൈത്താനി ജിന്ദഗി, അഥവാ പിശാചിനെ പോലെ ജീവിക്കുക. ഇതിൻ്റെ ഇടയിൽ ഹസ്രത്ത് ഷാ വലിയുല്ലാ മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ജീവിതത്തെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. ആ ജീവിതത്തിൻ്റെ പേര് ഇൻസാനി ജിന്ദഗി എന്നാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാക്കുകളെ അപഗ്രഥിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യത്യസ്ത വിഭാഗക്കാരുണ്ടാകാം. ആ വിഭാഗക്കാർക്ക് ആർക്കും തർക്കമില്ലാത്ത പണ്ഡിത ശ്രേഷ്ഠനാണ് ഹസ്രത്ത് ഷാ വലിയുല്ലാ മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഒരു ആറാമത്തെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അഞ്ചിൻ്റെയും ഇടയ്ക്കൊരു ജീവിതം, അതാണ് ഇൻസാനി ജിന്ദഗി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം. എന്ന് വെച്ചാൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കാതെയും, അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു ഗഹനമായ വിഷയമാണ്, ക്ഷമിക്കണം നിങ്ങൾ, ഇത് വെച്ച് തുടങ്ങണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും ഇടക്ക് ഒരു ജീവിതമുണ്ട്, അത് ഇൻസാനി ജിന്ദഗിയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല രീതിയിൽ മനുഷ്യനായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ മൃഗങ്ങളെപ്പോലെ അധപ്പതിച്ചവരല്ല, അവർ ശൈത്താനെപ്പോലെ എന്തെങ്കിലും ചെയ്യുന്നവരല്ല. നല്ല മനുഷ്യരായി ജീവിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ ഇൻസാനി ജിന്ദഗി എന്നാണ് ശരിക്കും. അൽ ഹയാത്തുൽ ഇൻസാൻ,
മനുഷ്യൻ്റെ ജീവിതം അഥവാ യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതം ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? മനീഷയുള്ളവനാണ്. മനീഷ എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ മനസ്സ് ശുദ്ധീകരിച്ചിട്ട് മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നവനാണ്. യമനിയമ എന്നാണ് യോഗയിൽ അതിന് പറയുക. യോഗ അത് ഹിന്ദു മിത്തോളജിയോട് ചേരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു തീവ്രമായ ഹിന്ദുത്വത്തോട് ചേരുമ്പോൾ മാത്രമാണ് അതൊരു പ്രയാസമുള്ളത്. മറ്റുള്ള സമയത്ത് അതിനൊരു രസകരമായ എക്സസൈസ് ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് എന്നതാണ് ശാസ്ത്രീയ വശം. ഞാൻ പറയുന്നത് യോഗയിൽ യമനിയമ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നമ്മുടെ മറ്റ് സഹോദരന്മാരുണ്ടായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. യമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടുന്ന നിയമങ്ങളാണ് യമ. യമ ഉണ്ടാകുമ്പോഴാണ് സ്നേഹം, ദയ, കാരുണ്യം, നല്ല ചിന്ത, ആളുകളോട് സഹവർത്തിത്വം, ദീനാനുകമ്പ എല്ലാം ഉണ്ടാകുന്നത് യമത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ നല്ല മനസ്സുകളിൽ നിന്നാണ്. ആ മനസ്സുകളിൽ നിന്ന് മാറി ഒരു മനുഷ്യൻ പിന്നീട് അധപ്പതിക്കുമ്പോഴാണ് മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തുക എന്ന് അത് പറയുന്നു. അതുകൊണ്ടാണ് നിയമം എന്ന് പറയുന്നത്. ഇവിടെ ലോയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം, നിയമം എന്ന വാക്ക് തന്നെ വന്നിട്ടുള്ളത് നിർബന്ധ യമം എന്നതിൽ നിന്നാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും യഥാർത്ഥമായ ചിന്താഗതി വരാതെ വരുമ്പോൾ എക്സ്റ്റേണൽ ബോഡി ഇടപെടേണ്ടി വരുന്നത് കൊണ്ടാണ് അതിന് നിയമം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. നിയമം എന്ന പദം സാൻസ്ക്രിറ്റാണ്. അത് കൊടുക്കാനുള്ള കാരണം നിർബന്ധ യമം എന്നതിൽ നിന്നാണ്. യമനിയമ എന്ന് പറയുന്ന ഭാഗം പോലെ നമ്മുടെ ഉള്ളിൽ നിന്നും ചില നന്മകൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ നന്മകൾ വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ നമുക്ക് പറ്റിയവരാവുക, നമ്മുടെ കുടുംബത്തിന് പറ്റിയവരാവുക, നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും പറ്റിയവരാവുക, മൊത്തം മാനവരാശിക്ക് പറ്റുന്നവരാവുക, ഈ പ്രപഞ്ചത്തിന് പറ്റിയവരാവുക. അപ്പോഴാണ് മനുഷ്യരാശിക്ക് മാത്രം പറ്റുന്നതല്ല ഇഹ്സാൻ. അവിടെ ഒരു പക്ഷേ നമ്മൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ടയറിൻ്റെ ഉള്ളിൽപ്പെട്ട് ഒരു ചേരട്ട പോലും ചാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന വരുമ്പോൾ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇഹ്സാൻ. എൻ്റെ ടയർ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ, പണ്ടത്തെ കാലത്ത് കുതിരയും ഒട്ടകവുമായിരുന്നെങ്കിൽ അതിൻ്റെ കുളമ്പ് കൊണ്ടിട്ട് ഒരു ചെറിയ കീടം പോലും നശിച്ചു പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം തൻ്റെ യാത്ര തുടങ്ങുമ്പോഴാണ് ഇഹ്സാൻ തുടങ്ങുന്നത്. അവിടെ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിശാലതയിലേക്ക് കടക്കണം. ആ വിശാലത എന്താണ്? ആ വിശാലത എന്ന് പറയുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ചോദിച്ചിട്ട് കൊടുത്ത ഒന്നാണ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. റബ്ബിശ്റഹ് ലി സദ്രി, എൻ്റെ നെഞ്ചകം നീ വിശാലമാക്കി തരണേ അല്ലാഹുവേ, എൻ്റെ ഹൃദയം നീ വിശാലമാക്കി ത എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി നമുക്ക് ഖുർആനിൽ കാണില്ല. റബ്ബിശ്റഹ് ലി സദ്രി എന്നൊരു പ്രാർത്ഥനയില്ല എന്ന് ഉലമാക്കൾ പറയുന്നു. അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. എന്നാൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാതെ തന്നെ അങ്ങോട്ട് പറഞ്ഞ വാക്ക് അലം നശ്റഹ് ലക സദ്റക്, നിങ്ങളുടെ നെഞ്ചകം ഞാൻ വിശാലമാക്കി തന്നില്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്കത് തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു കൊച്ചു സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അലം നശ്റഹ് ലക സദ്റക്. ഉലമാക്കൾ ഇരിക്കുന്നുണ്ട് സദസ്സിൽ, അവരോട് അറബി ചോദിച്ചാൽ അറിയാം. ഞാൻ നിങ്ങൾക്കത് ചെയ്ത് തന്നില്ലയോ എന്ന് പറഞ്ഞാൽ അഡ്വാൻസായി ചെയ്തു കൊടുത്തുകൊണ്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. അലം നശ്റഹ് ലക സദ്റക്, നിങ്ങളുടെ നെഞ്ചകം ഞാൻ വിശാലമാക്കി തന്നില്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹൃദയ വിശാലതയിലേക്ക് കടക്കാതെ നമുക്ക് യഥാർത്ഥ ജീവിതത്തിൻ്റെ പാരമ്യതയിലേക്ക്, അതിൻ്റെ ഉത്തുംഗതയിലേക്ക്, അതിൻ്റെ ജനിത്തിലേക്ക് നമുക്ക് കയറാൻ കഴിയില്ല. ആ ഒരു ജനിത്തിലേക്ക് കയറാൻ മാനവരാശിയെ ഐക്യത്തോടു കൂടി കണ്ടേ പറ്റൂ. ഇറ്റ് ഈസ് ദ ട്രഡീഷൻ ഓഫ് ഇസ്ലാം, ഇറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് ഇസ്ലാം. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളത് കടന്നു വന്നത് എന്ന് നമുക്കറിയില്ല. ആരാണത് കടത്തി കൂട്ടിയത് എന്നും നമുക്കറിയില്ല. ഇത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്. വിശാലമായ കാഴ്ചപ്പാടോടെ ഈ ലോകത്തിൽ ഇന്ന് 740 കോടി ജനങ്ങളുണ്ട് എന്ന് കന്യാകുമാരി കണക്ക് പറയുമ്പോൾ ആ 740 കോടി ജനങ്ങളെ ഒരേപോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കുക എന്നതാണ്. പൊളിറ്റിക്കലി അല്ലെങ്കിൽ പോളിറ്റിക്സ് നമ്മൾ പലതായിരിക്കാം, ഐഡിയോളജിക്കലി പലതായിരിക്കാം, ഇസത്തിൻ്റെ പേരിൽ പലതായിരിക്കാം, ചിന്താഗതിയുടെ പേരിൽ പലതായിരിക്കാം. ബട്ട് എല്ലാവരെയും ഒന്നിച്ചിരുത്താനുള്ളൊരു കേപ്പബിലിറ്റി, ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ മറ്റൊരു വാക്കുണ്ട്, ഈ പ്രപഞ്ചത്തിനകത്താണ് മനുഷ്യനിരിക്കുന്നത്, എന്നാൽ പ്രപഞ്ചമിരിക്കുന്നത് മനുഷ്യൻ്റെയും അകത്താണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല.
ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനൊരർത്ഥമുണ്ട്. അതിനകത്താണ് മനുഷ്യനിരിക്കുന്നത്. യഥാർത്ഥ മനുഷ്യൻ്റെ ഉള്ളിലാണ് പ്രപഞ്ചമിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർത്താൻ ഒരു ലാ ഇലാഹ ഇല്ലല്ലയുടെ ആവശ്യമുണ്ട് എന്ന് ഇമാം ഗസാലി സമർത്ഥിക്കുന്നു റളിയല്ലാഹു തആല റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് അതിനെ മുഴുവൻ, അഥവാ ഏകനായ ഒരു തമ്പുരാന്, ഈ ഏകനായ തമ്പുരാനെ പലരും വാഴ്ത്തുന്നുണ്ട്. ഏകനായ തമ്പുരാനെ കുറിച്ച് തന്നെയാണ് ഹിന്ദു മിത്തോളജിയിലും പറയുന്നത്. പിന്നെ എങ്ങനെ അത് മറ്റുള്ളതിലേക്ക് പോയി അതൊന്നും നമുക്കറിയില്ല. ഏകം സതിപ്ര ബഹുദാ വദന്തി, ഏകം സതിപ്ര ബഹുദാ കൽപ്പയന്തി എന്നാണ് വേദവാക്യമുള്ളത്. ഏകം സതിപ്ര ബഹുദാ വദന്തി, ഏകം സതിപ്ര ബഹുദാ കൽപ്പയന്തി. ഏകമായിട്ടുള്ളതിനെ നാം പലതായി കാണുന്നു, ഏകമായിട്ടുള്ളതിനെ നമ്മൾ പലതായി വ്യാഖ്യാനിക്കുന്നു. സത്യത്തിൽ ദൈവം, ദൈവം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദ്വൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ്, വം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. രണ്ടായിട്ടില്ലാത്തതെന്തോ അതാണ് ദൈവം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഏകം സതിപ്ര ബഹുദാ വദന്തി, ഏകം സതിപ്ര ബഹുദാ കൽപ്പയന്തി. എല്ലാവരും ഒരു ഏകത്വത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ എവിടെ വെച്ച് ഡീവിയേറ്റ് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ശരി, ഡീവിയേഷൻ ഇല്ലാത്ത വേദവാക്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏകമായിട്ടുള്ള ഒരു കാര്യത്തിനെ പലതിലും പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ആ ഏകമായ ഒന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ, ആ ഏകമായതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥമായ ഇസ്ലാമിക ഫിലോസഫി, ലോകത്തിൻ്റെ ഫിലോസഫി നമുക്ക് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്നത് ഏകദേശം 99% മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ആ വിശാലതയിലേക്ക് വരാതെ നമുക്ക് യഥാർത്ഥ ഇസ്ലാമാകാൻ കഴിയില്ല എന്ന് ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. യഥാർത്ഥമായ വിശാലത, ആ വിശാലതയിലേക്ക് അലം നശ്റഹ് ലക സദ്റക് എന്നിട്ട് പറയുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ കാണാം, ഒരു മനുഷ്യന് പുരോഗതി കൈവരിക്കാൻ 17 പടവുകളാണ്. ആ 17 പടവിലെ അവസാനത്തെ പടവെന്ന് പറഞ്ഞാൽ അത് ഇർഷാദിന്റെ പദവിയാണ്. അതിലേക്ക് കയറാനുള്ള കവാടം ബാബുൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ ഇൻഷിറാഹ് എന്നതാണ്. ബാബുൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വഴി കാണിക്കാനുള്ള പ്രൗഢോജ്വലമായിട്ടുള്ളൊരു വ്യക്തിത്വമായി മാറുക, മറ്റുള്ളവരുടെ ഹിദായത്തിന് കാരണമായി തീരലാണ് സത്യത്തിൽ പാരമ്യതയുടെ അങ്ങേ തല. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്, സഹാബാക്കൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. മാനവരാശിക്ക് ഹിദായത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ചില ആളുകളുണ്ടാകും, അതിന് ശേഷവും അത് നടക്കും. അവരൊരിക്കലും പ്രവാചകന്മാരല്ല, പ്രവാചകന്മാരെ പോലെ കാണാനും കഴിയില്ല. പ്രവാചകന്മാരുടെ അന്ത്യം നിലച്ചു കഴിഞ്ഞു. അത് ഖത്തമുൻ നബുവത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷവും ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅതി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. സഹീഹായ ഹദീസാണ്. ഹസ്രത്ത് ഷാ വലിയുല്ലാഹ് മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കിതാബ്, എല്ലാവരും പഠിക്കുന്ന, ഉയർന്ന തലത്തിൽ പഠിക്കുന്ന ഒരു കിതാബാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. അതിൽ ഇതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട്. പോസ്റ്റ് അഫ്ളലിന് വേണ്ടി പഠിക്കാനുണ്ട് ഹുജ്ജത്തിൻ്റെ ഒരു ഭാഗം. കിതാബ് പഠിച്ചിട്ടുള്ള ഉലമാക്കൾ എല്ലാവരും പിന്നെ ഉയർന്ന പഠനത്തിന് വേണ്ടി പഠിക്കുന്നതാണ് ഹുജ്ജത്തിൻ്റെ ഭാഗം. ഉദവികൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെന്തായാലും അവരുടെ സിലബസിൽ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിമനോഹരമായ നമ്മുടെ വളർച്ചയുടെ, ഞാനിപ്പോൾ ദീനിൻ്റെ കാര്യം മാത്രം പറയുന്നു, മറ്റുള്ളതിലേക്ക് വരാം. അഥവാ മനോഹരമായ നമ്മുടെ വളർച്ചയുടെ ഏറ്റവും വലിയ പാരമ്യത ഹൃദയവിശാലത ഉണ്ടാകലാണ്. ഹൃദയവിശാലത പലപ്പോഴും KMCCയോടൊക്കെ നമ്മളിത് പറയാറുണ്ട്. ഇതങ്ങനെ ഒരു വേദിയല്ലെങ്കിൽ പോലും കേരളക്കരയിൽ ആ വിശാലമായ കാഴ്ചപ്പാടോടെ മാനവരാശിയെ ഒന്നിച്ചിരുത്തുന്നതിൽ KMCCക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്ത്, ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, കാരണം നമ്മൾ മറ്റൊരു രാജ്യത്തിലാണ്. ഇന്ത്യ ഇങ്ങനെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വേലിക്കെട്ടുകളാണ് അയൽവാസികൾക്ക് തമ്മിൽ പോലും വേലിക്കെട്ടുകളാണ്. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മഹാരാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയൽ നിർബന്ധമാണ്. ഹൃദയവിശാലത നഷ്ടപ്പെടുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻഷിറാഹ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി കയറേണ്ടുന്ന പടവിലെ അവസാനത്തെ പടവിലേക്കുള്ള വാതിൽ എന്ന് പറയുന്നത് ഇൻഷിറാഹാണ്. ആ ഹൃദയ വിശാലതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കൊരു വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ഭാര്യ മക്കൾക്ക് ഉള്ളിൽ മാത്രം ഒതുങ്ങാൻ കഴിയില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അവിടെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ അപാരമായി വളർത്തിയെടുക്കേണ്ടത്. ഓരോ ആളുകളും
ഓരോ ആളുകളും പ്രസംഗമാകട്ടെ, എഴുത്താകട്ടെ, പ്രബോധനമാകട്ടെ, കിതാബ് രചനയാകട്ടെ, ഏത് മേഖലയിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിലും, ഏത് മേഖലയിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾ നമ്മുടേതായ കാലടിപ്പാടുകളെ പതിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടേതായ ചില എന്താ തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ, തൻ്റെ ഇടം എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം തൻ്റെ ഇടം എന്നാണ്. തനിക്കായിട്ടൊരിടം വേണം, അതാണ് തൻ്റെ ഇടം. തൻ്റെ ഇടമാണ് തൻ്റെ ഇടം. അല്ലാതെ ആളുകളോട് ചൂടാകലല്ല തൻ്റെ ഇടം. അവൻ വലിയ തൻ്റെടിയാണ് എന്ന് പറഞ്ഞാൽ ആളുകളോട് ചൂടാകുന്നവനെന്ന് നമുക്കൊരു അർത്ഥം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നവനെന്ന് അർത്ഥം കൊടുക്കാറുണ്ട്. തൻ്റേതായ അവർ ഓൺ സ്പേസ്, ഹിസ് ഓൺ സ്പേസ്, മൈ ഓൺ സ്പേസ്, ഇതായിരിക്കണം നമ്മൾ തീരുമാനിക്കേണ്ടത്. എൻ്റെ സ്പേസ് എവിടെയാണ്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്. ഇങ്ങനെ ഓരോ ആളുകളും ചിന്തിച്ചേ പറ്റൂ. അപ്പം നമുക്ക് തോന്നും അത് പ്രസംഗകർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവരുടേതാണ് ഈ ജോലി. നോ, അത് എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവരുടേതാണ് ജോലി. ഇല്ല. പകരം ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി അള്ളാഹു തന്നിട്ടുണ്ട്. അത് തന്നുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ളത്. ഓരോ ആളുകൾക്കും അത് തന്നിട്ടുണ്ട്. ഇവിടെ ആരും നിസ്സാരക്കാരല്ല. ആരും ആരെയും താഴ്ത്താനും ഇകഴ്ത്താനും പാടില്ല. കാരണം 2016 ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു ഭാഷ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ 3016 ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവുകയാണ് എന്ന് വെക്കുക. 3016 1000 വർഷം വരെ ഇനി ഭൂമി ഉണ്ടാവുമോ എന്ന് തർക്കമുണ്ടെങ്കിൽ പോലും, ഇനി ഉണ്ടെങ്കിൽ, ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ, അന്നിറങ്ങുന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടാകും. അന്നിറങ്ങുന്നൊരു കമ്പ്യൂട്ടറിൻ്റെ കേപ്പബിലിറ്റി എന്തായിരിക്കും? ഇപ്പം തന്നെ പ്രോട്ടോടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് കമ്പ്യൂട്ടറിൻ്റെ. 2 പേനയാണ് കുറച്ച് മുമ്പ് ഇറങ്ങി, ഇനി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. 2 പേനയാണ് ഇനി അടുത്ത ജനറേഷൻ്റെ കമ്പ്യൂട്ടർ. അതിലെ സ്വിച്ച് നിൽക്കുന്ന സമയത്ത് പേന തന്നെ മോണിറ്റർ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് റൈസ് വരും. ആ റൈസ് കൊണ്ടാണ് മോണിറ്റർ. ഇനി വായുവിലാണ് മോണിറ്റർ വരാനിരിക്കുന്നത്. ഞാനത് ആദ്യം കണ്ടത് IIT-യിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗിൻ്റെ ഈറ്റില്ലം. ഞാൻ പറയുന്നത്, ഇനി അങ്ങോട്ട് പോയാൽ കീഴോട്ടുള്ള പേനയിൽ നിന്നാണ് കീബോർഡ് ഉണ്ടാവുക. അഥവാ കീബോർഡ് നമ്മൾ അമർത്തും, പക്ഷെ ആ കീബോർഡിൽ ഒരിക്കലും സത്യത്തിൽ അവിടെ എന്തില്ല, മെറ്റീരിയൽ ഇല്ല. നമ്മൾ മോണിറ്ററിൽ കാണും, സത്യത്തിൽ ഇനി വായുവിലാണ് മോണിറ്റർ വരാനിരിക്കുന്നത്. 2 പേനയാണ് ഇനിയുള്ള കമ്പ്യൂട്ടർ. നെക്സ്റ്റ്. അപ്പം ഇനി ഇതിപ്പോൾ ഈ 2018-ലോ 2019-ലോ ചിലപ്പോൾ ഇറങ്ങാം. പ്രോട്ടോടൈപ്പ് ഇറങ്ങി. മേ ബി അത് 2000 വരെ മാക്സിമം പോകാം, 2000-ൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും കണ്ടില്ലേ, പെട്ടെന്ന് വന്ന് ഐതിഹാസികമായ അതിൻ്റെ എന്തോ യാത്ര, ഒരു ജൈത്രയാത്ര തുടങ്ങി, നമ്മുടെ ജീവിതത്തിനെ മൊത്തം താറുമാറാക്കി. ഇതേപോലെ ഇനിയും ഒരുപാട് ടെക്നോളജി അതിൻ്റെ അന്തപുരത്തിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ അടിച്ചു പോകുന്ന രീതിയിലേക്ക് പുതിയ കണ്ടെത്തലുകൾ കടന്നു വന്നേക്കാം. ആ കണ്ടെത്തൽ കടന്നു വരുമ്പോഴും നമ്മുടേതായ ലോകത്തിനെ തീർക്കാൻ നമുക്ക് പറ്റണം. ലോകം മാറുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലോകത്തിന് അനുകൂലമായി നീന്താതെ അതിന് പ്രതികൂലമായി നീന്തുന്നവനാണ് യഥാർത്ഥത്തിൽ എന്ന് ഡോക്ടർ അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ മലവെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും കഴിയില്ല. ഏത് മലവെള്ളപ്പാച്ചിൽ അതിങ്ങനെ വന്നു കഴിഞ്ഞാലും ഞങ്ങളെ തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയില്ല. ആ ഒരു ജീവിത സബര്യയിലേക്ക്, ആ ഒരു ജീവിതത്തിൻ്റെ തപസ്യയിലേക്ക് കടന്നു പോകാൻ നമുക്ക് പറ്റണം. ഞാനൊരിക്കലും ഇന്ന് പ്രസംഗത്തിന് ചാതുരി കൂട്ടാൻ ഉദ്ദേശിക്കുന്നേയില്ല. കാരണം ഇതൊരു ഒരു ക്ലാസ് പോലെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ പ്രസംഗമായി എന്ന് വന്നേക്കാം. ഇവിടെ നമ്മൾ കുറച്ച് വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഒരുപാട് പ്രസംഗങ്ങൾക്ക് നേതൃത്വം വഹിച്ച അതിൻ്റേതായ സെൻറ്ററാണ്. ഇവിടെ എത്രയോ പ്രസംഗകർ പ്രസംഗിച്ചതാണ്. നമ്മളെക്കാളൊക്കെ അറിവും പക്വതയും പാകതയും ഒരുപാട് വിവരങ്ങളുമുള്ളവർ. അതുകൊണ്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് ചിട്ടപ്പെടുത്താം. അവിടെ കൊടുത്തിട്ടുള്ള വിഷയത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടു, സ്വയം തിരഞ്ഞെടുക്കുന്ന ജീവിതം എന്നതാണ്. നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ജീവിതം ഏതായിരിക്കണം? ഈ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ ശൈത്താനി സിന്ദഗിയെ തിരഞ്ഞെടുക്കാം, അഥവാ മോശത്തരത്തിലേക്ക് പോയി ആ മോശത്തരം മാത്രം ചെയ്ത് അതിലേക്ക് മാത്രം നമ്മളെ പിടിച്ചു വലിക്കുന്ന നഫ്സുൽ അമ്മാറയുടെ ആളുകളായി നമുക്ക് മാറാം. 3 നഫ്സുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 3 നഫ്സുകളെ കുറിച്ച് നമ്മളെ PhD കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റൽ PhD എനിക്കെപ്പോഴും പഠിക്കൽ ഇങ്ങനൊരു ഇഷ്ടമാണ്. കാരണം കുട്ടിക്കാലത്ത് അധികം പഠിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ജോഷൊക്കെ തീർക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ പറയുന്നത്, ഒന്ന് കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റൽ PhDക്ക് USA കൊടുത്തിരുന്നു. അതവിടെ സ്വീകരിച്ചു. ആ കുറിപ്പിൽ
വിശുദ്ധ ഖുർആനിൽ 3 മനസ്സുകളെക്കുറിച്ച് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. 3 മനസ്സുകളെക്കുറിച്ച്, അഥവാ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ നമ്മൾ അങ്ങനെ അപഗ്രഥിക്കാറില്ലെന്ന് മാത്രം. നഫ്സുൽ അമ്മാറ, തെറ്റിലേക്ക് മാത്രം നമ്മളെ വലിച്ചു ചേർക്കുന്ന നമ്മുടെ മനസ്സ്. അവിടെ ചിലപ്പോൾ പുറത്ത് നമ്മൾ വളരെ ശുദ്ധരാകാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കെടുമ്പ് മാത്രമുള്ള ആളുകളുണ്ട്. നമ്മളെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. ചിലപ്പോൾ സ്റ്റേജിൽ നമ്മൾ വളരെ സമർത്ഥരാകാം, പക്ഷെ ജീവിതത്തിൻ്റെ താളുകൾ എടുത്ത് മറിച്ചു നോക്കുമ്പോൾ വേസ്റ്റാകാം, സീറോയാകാം. പേജിൽ നിറഞ്ഞു നിൽക്കലല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം, സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കലുമല്ല പ്രധാനം, ആളാകലല്ല പ്രധാനം, നിമിത്തമാകലാണ് പ്രധാനം. ആളാകാൻ ആർക്കും പറ്റും, പക്ഷെ ആളാകുന്നതിനേക്കാൾ പ്രധാനം നിമിത്തമാകലാണ്. നിങ്ങൾ ഏതൊക്കെ നേതാക്കന്മാരെ കുറിച്ച് എടുത്തു നോക്കിക്കോ, അവരാരും ആളായിട്ടില്ല. ആളാകുന്നതിന് പകരം അവർ നിമിത്തമാകലായിരുന്നു. ഇന്ത്യയിൽ ഒരുപാട്, ഇതൊരു രാഷ്ട്രീയ വേദി അല്ലാത്തതുകൊണ്ട് പല രാഷ്ട്രീയക്കാരും ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാകും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യയിൽ ഈ അടുത്തിടെ ഒരു കുറിപ്പ് വായിച്ചു, 29 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും ഉദ്കുറു മഹാസിന മൗതാക്കും എന്നൊരു ഹദീസുണ്ട്, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ നന്മകൾ നിങ്ങൾ പറഞ്ഞേക്കണമെന്ന്. അതുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ, 29 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയായിരിക്കാൻ, അഥവാ 29 സംസ്ഥാനങ്ങളുണ്ട്, അതിൽ മുഖ്യമന്ത്രിമാരുണ്ട്. അതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും മരിച്ചു പോകുന്ന സമയത്ത് കടക്കാരനായി മരിച്ചുപോയ ഒരൊറ്റ മുഖ്യമന്ത്രിയെ മാത്രമേ നമ്മൾ കാണൂ, അതാണ് CH മുഹമ്മദ് കോയ സാഹിബ്. അവിടെയായിരുന്നു നിമിത്തമാവുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിമിത്തമാകൽ അവിടെയാണ്, ആളായിട്ടില്ല ഒരിക്കലും. ആളാകാൻ വേണ്ടി ശ്രമിച്ചിട്ടേ ഇല്ല. ആര് ആളാകാൻ വേണ്ടി മെനയുന്നുവോ അവന് ഇഹ്സാന്റെ ബാബുകൾ കിട്ടുകയില്ല, നേരത്തെ പറഞ്ഞ ബാബു കിട്ടുകയില്ല. അവിടെയാണ് നമ്മൾ നിമിത്തമാകേണ്ടത്. ആ നിമിത്തം എന്നതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒരുപാട് കാര്യത്തിന് നിമിത്തമാകണം, ഒരുപാട് കാര്യത്തിന്. അവിടെ നമ്മുടെ കുടുംബത്തിലെ നല്ല നേരായ ഋജുവായ മേഖലക്ക് നമ്മളൊരു നിമിത്തമാകണം, നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുപാടാണ്, നമ്മുടെ മൊത്തത്തിലുള്ള കുടുംബത്തിലെ അംഗങ്ങൾ, അവരിലേക്ക് ഒരു നന്മയുടെ പ്രകാശമായി എത്താൻ നമ്മളൊരു നിമിത്തമാകണം. ഭാര്യയ്ക്ക് ഒരു നല്ല ഭർത്താവാകാൻ നമ്മളൊരു നിമിത്തമാകണം. ഭാര്യയുടെ ഇടയിൽ നമ്മളൊരു ആളാകരുത്. ഞാൻ പ്രസംഗിക്കുകയല്ല, ഉപദേശിക്കുക തീരെയുമല്ല, എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. ഭാര്യയുടെ മുമ്പിൽ നമ്മൾ ആളാകലല്ല, ഭാര്യയുടെ മുമ്പിൽ നമ്മളൊരു നല്ല ഭർത്താവാകുന്ന നിമിത്തമാകലാണ്. മക്കളുടെ മുമ്പിൽ ഞാനൊരു നല്ല ഗൗരവക്കാരനായ പിതാവാണ് എന്ന് പറയലല്ല, പകരം ഞാൻ നല്ലൊരു പിതാവാണ് എന്നതിൻ്റെ നിമിത്തമാകലാണ്. എന്താ നിമിത്തം? നിമിത്തമായി ആളാകൽ അത് നൈമിഷികമാണ്. നിമിത്തമാകലോ അത് ലോങ് പ്രോസസ്സിംഗ് ആണ്, വളരെ ലോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തലമുറകൾക്ക് പകർത്താൻ പറ്റലാണ് നിമിത്തമാവൽ. കേരളത്തിൽ 15,000 ചില്ലാനം മദ്രസകളിൽ രാവിലെ ഒരു ബെല്ലടിക്കുമ്പോഴേക്ക് ഫാത്തിഹ വെച്ച് തുടങ്ങുകയും മറ്റൊരു ബെല്ല് 9:30 മുടങ്ങുമ്പോൾ സലാത്ത് ചൊല്ലി പിരിയുകയും ചെയ്യുന്ന 15,000-ലേറെ മദ്രസകൾക്ക് നിമിത്തമാകാൻ, അല്ലെങ്കിൽ അതിനൊക്കെ തുടക്കം കുറിച്ചിട്ട് അതിനെ സമർത്ഥമായ രീതിയിൽ കൊണ്ടുവരാൻ ഒരുപാട് നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിമിത്തമാകലാണ്. പലരും ഇന്നത് ആലോചിക്കുകയില്ല. അതിലൊരുപാട് സ്ഥാനീയസ്ഥരുണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരാളായിട്ട് പരിഗണിക്കാവുന്ന നമ്മളെപ്പോഴും പറയുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബഫഖി തങ്ങളാണ്. നിമിത്തമാകലായിരുന്നു നടന്നത്, നിമിത്തമാകലാണ്. ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് നിമിത്തമാകലായിരുന്നു. ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അന്ന് പത്രക്കാരെ കുറിച്ച കുറിപ്പിൽ ഞാൻ ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അവിടെ സി രാധാകൃഷ്ണൻ മാതൃഭൂമി പത്രത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. എഴുതുന്നത് സി രാധാകൃഷ്ണനാണ്, അത് എടുത്തു വെച്ചത് മാതൃഭൂമി പത്രമാണ്. അത് വരുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കാണുക. അങ്ങനെ ഒരു എഴുത്തെഴുതി, പലപ്പോഴും നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെയൊക്കെ സെറ്റപ്പിൽ അത് വന്നിട്ടുണ്ടാകും. പണ്ട് ഇനി നമുക്ക് കുട്ടികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം, അങ്ങനെ പറഞ്ഞിട്ട് സി രാധാകൃഷ്ണൻ അതിമനോഹരമായി തുടങ്ങുന്നത്. ഇനി നമുക്ക് കുട്ടികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. പണ്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിൻ്റെ കുന്നിൻ ചെരുവിൽ ഒരു മഹാഗുരുവുണ്ടായിരുന്നു. ഒരു മഹാഗുരു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ്. വാക്കുകൾ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതിൻ്റെ ആശയം പറയുന്നു. ഒരുപാട് ആളുകളെ സ്നേഹിച്ചു അദ്ദേഹം, ധാരാളം ആളുകൾ തിരിച്ചും അങ്ങോട്ടും. ഒരിക്കലും കേരളത്തിലെ നിയമസഭയിൽ പോയിരിക്കാൻ 2ാം സ്ഥാനം കിട്ടിയിട്ട് പോലും
ആ സ്ഥാനം എന്തെന്ന് ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ല. എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പോലും തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടും ഡൽഹിയിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ ഇപ്പുറത്ത് കേരളത്തിലോ ഒരിക്കൽ പോലും ഇരിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചതേയില്ല. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. ഒരു പ്രത്യേക സന്നിഗ്ധമായ ഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളോട് അരുത് എന്ന് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് കൈയുയർത്തി അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പരിണിത ഫലം ഇനിയും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അളന്ന് തിട്ടപ്പെടുത്തുന്നവർക്ക് അന്ത്യനാൾ വരെ സമയമുണ്ട് എന്ന് സി രാധാകൃഷ്ണൻ കുറിച്ചു വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അഥവാ ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് കലുഷിതമായ അന്തരീക്ഷം വന്നപ്പോ അരുതെന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ല അതിൻ്റെ പേരിൽ കേരളം കലാപഭൂമിയാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈയുയർത്തി അന്ന് ആ സമയത്തിന്റെ അതിൻ്റെ പരിണിത ഫലം, അതിൻ്റെ കോൺസിക്വൻസസ് ഇനി എത്ര കാലമുണ്ട് എന്ന് ഇനിയും നിങ്ങൾക്ക് പറയാനായിട്ടില്ല. അതിന് അന്ത്യനാൾ വരെ സമയമുണ്ട്. ആ സമാധാനത്തെ തിരിച്ചു പിടിച്ചതിന് ഇന്ത്യ മൊത്തത്തിൽ ഏകദേശം ഞാനത് പറയുകയല്ല, 29 സംസ്ഥാനങ്ങളിലും എളിയ തോതിൽ സന്ദർശിച്ച ഒരാളെന്ന നിലക്ക് ഞാൻ പറയുന്നു, കലാപമുള്ളിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. തുടങ്ങി വെക്കൽ എളുപ്പമാണ്, പക്ഷേ അവസാനിക്കില്ല അതിൻ്റെ ദുരന്തം. ആ വർഷത്തിലെന്നല്ല, 30 വർഷം മുമ്പ് നടന്നിട്ടുള്ള കലാപത്തിൻ്റെ അതിൻ്റെ പരിണിത ഫലം ഇന്നും തീരാത്ത സംസ്ഥാനത്തിൻ്റെ നഗരങ്ങളുണ്ട്, 30 വർഷം കഴിഞ്ഞിട്ടും. അതുകൊണ്ട് കലാപമുണ്ടാക്കൽ, തീവ്രവാദത്തിലേക്ക് പോകൽ, അല്ലെങ്കിൽ വേറെ ലോകത്തിലേക്ക് പോകൽ എളുപ്പമാണ്. തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നുകിൽ ശൈത്താന്റെ ജീവിതം നമുക്കെടുക്കാം, മോശപ്പെട്ട ജീവിതം, ഉള്ള് വളരെ മോശം, പക്ഷേ പുറമേക്ക് വലിയ ഈ आपको लोग कहते हैं अंदर परेशानी है बाहर शर्वानी है, अंदर परेशानी है बाहर शर्वानी है. ഉറുദുക്കാർക്കിടയിലൊരു വാക്കാണ്. ഉള്ളിൽ മുഴുവൻ ബുദ്ധിമുട്ടുകളാണ്, പുറത്തേക്ക് വലിയ ശർവാണിയാണ്, പുറത്തേക്ക് ഗോസിപ്പാണ്. ഇല്ല, നമുക്കങ്ങനെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി പറയുന്നു. അഥവാ നമ്മൾ പുറത്തേക്കുള്ളതിനേക്കാൾ കൂടുതൽ അകത്തേക്ക്. നമുക്ക് വലിയ കാറ് വാങ്ങാം, പക്ഷേ വാങ്ങാം എന്ന് പ്രസ്താവിക്കുകയല്ല, ആ കാറിനേക്കാൾ വലുതായിരിക്കണം നമ്മൾ, അപ്പോഴേ നമ്മൾ ആ കാറ് വാങ്ങാവൂ. കാറ് പോകുന്ന സമയത്ത് ഒരിക്കലും പറയരുത് കാറ് ടോപ്പാണ്, പക്ഷേ ഉള്ളിലിരിക്കുന്ന ആൾ ബടക്കാണ് എന്ന് പറയരുത്. നമുക്ക് വലിയ വീട് വെക്കാം, പക്ഷെ ആ വീടിനേക്കാൾ വലുതായിരിക്കണം നമ്മൾ. ആളുകൾ തേടി വരേണ്ടത് നമ്മുടെ വീടിനെയല്ല, നമ്മളെന്ന വ്യക്തിയെയാണ്. ആളുകൾ നോക്കി നിൽക്കേണ്ടത് നമ്മുടെ കാറിനെയല്ല, നമ്മളെന്ന വ്യക്തിയെയാണ്. അതിലേക്ക് എല്ലാവരെയും എത്തിക്കൽ പ്രയാസം, എത്തിയവരത് പറയലും പ്രയാസം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ചതിലേക്ക് എത്തണം. നമ്മളാണ് പ്രധാനി, നമ്മളെന്ന വ്യക്തിയാണ് പ്രധാനി. നമുക്കെന്താകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് ഞാൻ ആമുഖം അവസാനിപ്പിച്ചു കൊള്ളട്ടെ, ദീനിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്. നഫ്സുൽ അമ്മാറ, മോശത്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ നഫ്സ്, അതാണ് ഇന്നൻ നഫ്സൽ അമ്മാറത്തും ബിസൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന തെറ്റിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശരീരമുണ്ട് നമ്മുടെ ഉള്ളിൽ. രണ്ടാമത്തതോ നഫ്സുൽ ലവ്വാമ. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ തെറ്റും ശരിയും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതായിരിക്കും, നഫ്സുൽ ലവ്വാമ, ശരിയും ചെയ്യും തെറ്റും ചെയ്യും. ബിസിനസ്സിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ വേറെയുള്ളതിലേക്ക് ഇറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ പാർട്ട്നേഴ്സിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കും, എന്നിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യും. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും, കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കും, എന്നിട്ട് പാവങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. ഇറ്റ് ഈസ് റോങ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലവ്വാമയിലേക്കുമാകരുത്. ആരാണ് വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞത്? മൂന്നാമത്തെ മനസ്സുകാരാണ്. തൻ്റെ മനസ്സിനെ ഏറ്റവും ശക്തമായി കൊണ്ടു നടന്നിട്ടുള്ള ആളുകൾ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി
വദ്ഖുലി ജന്നതി എന്ന് പറയുന്ന വിഭാഗമാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആത്മാക്കളോട് പറയുന്ന രംഗത്തിനെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ മുത്മഇന്നയുടെ നഫ്സേ നീ പ്രവേശിച്ചു കൊള്ളുക സംതൃപ്തിയുടെ ഭവനത്തിലേക്ക്, വിശുദ്ധമായ സ്വർഗത്തിലേക്ക് നീ ആയിക്കൊള്ളുക എന്ന് നഫ്സുൽ ലവ്വാമയോടല്ല പറയുന്നത്, നഫ്സുൽ അമ്മാറയോടല്ല പറയുന്നത്, നഫ്സുൽ മുത്മഇന്നയോടാണ്. അവിടെയാണ് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ, ഞാനിതിൻ്റെ ആമുഖം തീർത്തുകൊള്ളട്ടെ, ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാ മനുഷ്യർക്കും സ്പിരിച്വാലിറ്റി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന മറ്റ് വേദക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു എളിയ വാക്ക്, അവനവന്റെ വേദത്തിന്റെ ഡീപ്പ് ആൻഡ് ഡെപ്ത് പഠിച്ചാൽ നമുക്കൊരിക്കലും മറ്റുള്ളതിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ വരുന്നത് മേൽപ്പത്തൂരിൽ നിന്നാണ്. എൻ്റെ പ്രദേശത്തുകാർ ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. നാസറിനെ പോലെ, ജാഫറിനെ പോലെ, സിറാജിനെ പോലെയുള്ള കുറെ ആളുകൾ. ഞങ്ങളുടെ പ്രദേശത്ത് ഒരുപാട് മനകളുണ്ട്. അപ്പുറത്ത് ആഴ്വാഞ്ചേരി മന, ഇപ്പുറത്ത് പാക്കത്തു മന, അപ്പുറത്ത് പാടിയോട്ട് മന, ഇപ്പുറത്ത് നാലപ്പാട്ട് തറവാട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആ തറവാട്ടിലെ ഒരൊറ്റ കുട്ടിയും വർഗീയതയിലേക്ക് പോയത് ഇന്നേ വരെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം പ്രഭാതത്തിൽ അവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഓം സഹനാ ഭവതു സഹനു ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാ വദീതമസ്തു മാ വിദ്ദിശാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആരാണ് വർഗീയതയിലേക്ക് പോവുക? ആരാണ് മോശപ്പെട്ടതിലേക്ക് പോവുക? വേദം പഠിക്കാത്തവൻ, ഖുർആൻ പഠിക്കാത്തവൻ, യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവൻ, അവരാണ് വർഗീയതയിലേക്ക് പോവുക. എന്താണ് വർഗീയത? ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓം സഹനാ ഭവതു സഹനു ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാ വദീതമസ്തു മാ വിദ്ദിശാവഹൈ. ഓം ശാന്തി. ഞങ്ങൾ പഠിച്ചത് തെളിഞ്ഞു വരട്ടെ, ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, വിദ്വേഷമില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ, വിദ്വേഷമില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. ലോകത്തിൽ സമാധാനമുണ്ടാകാൻ ഞങ്ങൾ ഹേതുകമാകട്ടെ, ഞങ്ങൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹൈന്ദവന് മറ്റൊന്നാകാൻ കഴിയില്ല. വേദത്തിൻ്റെ ഒരു കഷ്ണം പോലും പഠിക്കാതെ നടക്കുന്ന ഏതോ ആളുകൾ ഒരു പക്ഷേ വേദം കേൾക്കുന്നവൻ്റെ കാതിൽ ഈയം പൂശണമെന്ന് ആരെ പറ്റിയാണോ പറഞ്ഞത്, അവരൊരു പക്ഷേ നടക്കുന്നുണ്ടാകാം തെരുവിൽ വർഗീയവാദികളായി. അവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം വേദം പഠിച്ചവർക്കത് കഴിയില്ല. പഠിച്ചത് മനസ്സിൽ കൊണ്ട് നടക്കുക മാത്രമല്ല, ജീവിതത്തിൽ പകർത്തിയവർക്കതിന് കഴിയില്ല. എല്ലാ നിസ്കാരത്തിന് ശേഷവും ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മുസൽമാന് മറ്റൊന്ന് ചെയ്യാൻ കഴിയില്ല. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം, ദൈവമേ നീയാണ് സമാധാനം. വഇലൈക അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് സമാധാനത്തിന്റെ മടക്കമുള്ളത്. എന്നിട്ട് പറയുന്ന വാക്കെന്താണ്? ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, അതുകൊണ്ട് സമാധാനത്തോടുകൂടി ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. പിന്നെയോ വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നിന്റെ കാരുണ്യം കൊണ്ട് ആ സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് 5 വക്ത് പള്ളിയിൽ പോയി അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മുസൽമാന് മറ്റൊന്നാകാൻ കഴിയില്ല. പിന്നെ മറ്റുള്ള വിഷയങ്ങൾ എങ്ങനെ വന്നു? അവിടെയാണ് എല്ലാ കാലഘട്ടത്തിലും എല്ലാറ്റിനെയും കേടാക്കാൻ ചില ക്യാൻസർ ഉണ്ടാകാറുണ്ട്. ചില ക്യാൻസർ, ആ ക്യാൻസറിനെ 3 രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക സാധാരണ. ഡോക്ടർ പോയി അദ്ദേഹത്തോട് ചോദിച്ചാൽ കൂടുതൽ അറിയാം. ഇനിയും ഡോക്ടേഴ്സ് ഒരു പക്ഷേ കൂട്ടത്തിലുണ്ടാകും. ഒന്ന് കീമോതെറാപ്പിയാണ്, മറ്റൊന്ന് റേഡിയേഷനാണ്, പിന്നൊന്ന് ഓപ്പറേഷനാണ്. പ്രധാനമായ ട്രീറ്റ്മെൻറ്റ് അതാണ്. ഇതിലൂടെ 3ലൂടെയും അത് അവസാനിപ്പിച്ച് കളയണം. ഓപ്പറേഷൻ പാടെ മാറ്റിമറിക്കലാണ്. കീമോ മറ്റൊരവസ്ഥയാണ്, എല്ലാവർക്കും അറിയാം. പിന്നൊന്നുള്ളത് ഏതാണ്? അതിമനോഹരമായി മെഡിസിനൊക്കെ വിട്ടുകഴിഞ്ഞാൽ, ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ ഈ 3 ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ റേഡിയേഷൻ, കരിച്ചു കളയലാണ്. ഈ 3 ഭാഗങ്ങളിലൂടെ നമ്മൾ അതിനെ ഒതുക്കിയേ പറ്റൂ. ചിലപ്പോൾ തെരുവോരങ്ങളിലൂടെ ഇതൊക്കെ നടക്കാം. ആ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇന്ത്യയിൽ 2 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിൽ ഒരു പക്ഷേ വർഗീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില പ്രദേശങ്ങളിലെങ്കിലും എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് വിടുമ്പോൾ, അതിനുവേണ്ടി ചില ആളുകൾ കോപ്പ് കൂട്ടുമ്പോൾ, രാഷ്ട്രീയത്തിന്റെ അന്തരീക്ഷം മാറി മറിയുമ്പോൾ, ജീവിതത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തെ മാടി വിളിക്കുമ്പോൾ, സാമ്പത്തിക വ്യവസ്ഥയുടെ താറുമാറുകൾ നടക്കുമ്പോൾ, എല്ലാ അവസ്ഥയിലും സമാധാനം എന്ന് മാത്രം പറയാനുള്ള വക്താക്കളായി മാറാനുള്ള ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ പാരമ്യതയിലേക്ക് കയറാൻ നമുക്ക് പറ്റണം.
അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്നതിലേക്ക് കടക്കുക. ഇഹ്സാൻ അതാണ്. ഇന്നൻ നഫ്സുൽ അമ്മാറയല്ല, നഫ്സുൽ ലവ്വാമയല്ല, നഫ്സുൽ മുത്മഇന്നയാണ്. അതിലേക്ക് കടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഷിറാഹ് എന്ന് പറയുന്നതാണ്. ഇൻഷിറാഹ്. അപ്പം നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റണം? ഒരു ക്ലാസ് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. എങ്ങനെ മാറ്റാൻ പറ്റണം? ആദ്യം ഇരിക്കുന്ന ആളുകൾ വലിയൊരു ജനബാഹുല്യമുണ്ട്, ഇവിടൊക്കെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. എവിടെ ആയാലും നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റിട്ട് 4 ഭാഗത്തേക്ക് ഒന്ന് കൈ കൊടുത്താട്ടെ. അവിടെ സ്ത്രീകളും ചെയ്തോ. ചിലപ്പോൾ അപ്പുറത്ത് എല്ലാവരും 4 ഭാഗത്തേക്കും. ഇപ്പോൾ ചിലപ്പോൾ പരിചയമില്ലാത്ത ആളായിരിക്കും കൂടെ ഇരിക്കുന്നത്. ഇതൊരു ഹൃദയ വിശാലതയാണ്. ഇത് കൊടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ചിലരോടൊരു ടച്ചിങ് കൂടുതൽ, ചിലരോടൊരു കുറവുണ്ടെങ്കിൽ അവിടെ നമ്മളെ മനസ്സിന് എന്തോ കെടുമ്പുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് ഹഗ് യുവർ സെൽഫ്. ഇനി അടുത്തുള്ളവനൊന്ന് ഹഗ് ചെയ്താട്ടെ പറ്റുമെങ്കിൽ. എന്നും കെട്ടിപ്പിടിക്കണവരെ തന്നെ കെട്ടിപ്പിടിക്കല്ലേട്ടാ. പരിചയമില്ലാത്തവരെ പോയിട്ട് കെട്ടിപ്പിടിച്ചോളി, അതാ നല്ലത്. ഹൃദയ വിശാലത വരാൻ അത് നിർബന്ധമാണ്. നിങ്ങൾ ക്ഷമിക്കണട്ടെ, ഈ നേതാക്കന്മാരൊന്നും അതിൽ വേണ്ടിണ്ടായിരുന്നില്ല. ഈ മുന്നിലിരിക്കണവരൊക്കെ കുറേ നേതാക്കന്മാർ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും. ഞാൻ ചെറുപ്പക്കാരോടാണ് പറഞ്ഞത്, അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ചെറുപ്പക്കാർ മാത്രമേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും എഴുന്നേൽക്കും. അങ്ങനെയാണല്ലോ. കാരണം വയസ്സായി എന്ന് അംഗീകരിക്കാൻ നമുക്ക് എന്തായാലും പറ്റൂല. അതുകൊണ്ടാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു വിശാലതയാണ്. നമുക്കൊരു എനർജിയുണ്ട്. ഇനി വളരെ ശ്രദ്ധിക്കുക, നമുക്കൊരു എനർജിയുണ്ട്. എല്ലാവരും കൈയൊന്ന് ഇങ്ങനെ ആക്കിയാട്ടെ, ഇത് ഇങ്ങനെ പിടിച്ചാട്ടെ. പിടിച്ചല്ലോ. ഇനി ഇത്ര വീതിയിൽ ഈ കയ്യിനൊന്ന് ഇങ്ങനെ പിടിക്കുക, ഇത്ര വീതിയിൽ മാത്രം. കുറച്ച് നേരം അതിൻ്റെ നടുക്കൊന്ന് നോക്ക്. ഇങ്ങനെ പിടിക്കുക, കാണുന്നില്ലേ? ഇത്ര അകൽത്തരുത്. ഇത് നമ്മൾ അകൽച്ചൻ്റെ ഒരു സിംബോളിക്കാണ് ഈ അകലൽ. കുറച്ചടുത്തേക്ക് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കൊന്ന് നോക്കിയാട്ടെ. നന്നായിട്ട് ശ്രദ്ധിച്ചവരുടെ കൈ ഇപ്പോൾ അടുക്കാൻ തുടങ്ങും. ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇല്ലേ? ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞ് ഇതുവരെ അടുത്തിട്ടില്ലാത്തവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഉള്ളിൽ ആ എനർജി ഇല്ലായിട്ടാണ്. കൂടിയില്ലേ? ഉറപ്പല്ലേ? റൈറ്റ്. നമ്മൾ എത്രയോ തവണ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ട്, ഇതുവരെ കൂടിയിട്ടുണ്ടാവില്ല. കാര്യമായിട്ട് അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ എനർജി ലൈനിലേക്ക് നോക്കിയാൽ അത് കൂടിയിരിക്കും. ദാറ്റ്സ് അവർ പോസിറ്റീവ് എനർജി. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില പോസിറ്റീവ് എനർജികളാണ്. ആ ഇരിക്കണോർത്തിരുന്നിട്ടൊന്ന് കൈ ഇങ്ങനെ മാത്രം നോക്കിയാട്ടെ. കൈ അടിക്കല, ആരാ കൈ